ഇതാണ് നമ്മൾ കഴിഞ്ഞ 4 ദിവസമായി കടന്നുറങ്ങിയ റൂം. അടിപൊളിയായിരുന്നു. എവിടെ ഇല്ലാത്തൊരു തണുപ്പായിരുന്നു ഈ റൂമിൽ. പുതപ്പിൻ്റെ അടി വരെ തണുപ്പായിരുന്നു. അപ്പോൾ ഓക്കെ, ബായ് റൂം, ബായ്. നാട്ടിലേക്ക് നമ്മളെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിക്കുകയാണ്. ശ്രീനഗർ റെയിൽവേ സ്റ്റേഷനുള്ളത്. ഇവിടുന്ന് ബനിഹാൾക്ക് നേരെ പോകും. നമുക്ക് 10 മണി ആ ടൈമിലാണ് ട്രെയിനുള്ളത്. അത് കഴിഞ്ഞു പിന്നെ അവിടുന്ന് ടാക്സി എടുത്ത് ജമ്മുതാവിക്ക് പോകണം. ഒരു 3-4 മണിക്കൂർ യാത്ര ഉണ്ട് ജമ്മുതാവിക്ക്. അത് കഴിഞ്ഞു അവിടുന്ന് ബസ് എടുത്ത് നേരെ ഡൽഹി. എല്ലാം ബുക്കഡാണ്. പക്ഷേ നാട്ടിലേക്ക് മാത്രം ബുക്കഡായിട്ടില്ല, തൽക്കാലാണ് ഗായ്സ്. ശ്രീനഗറിൽ നിന്നും ബനിഹാളിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. ട്രെയിനിലാണുള്ളത്. വളരെ പതുക്കെയാണ്. ട്രോയ് ട്രെയിനാണ്. വളരെ പതുക്കെയാണ് പോണത്. എല്ലാ സ്റ്റേഷനിലും സ്റ്റോപ്പുണ്ട്. ട്രെയിന് പുറത്തുള്ള കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ ഈ ട്രെയിന് ജമ്മുതാവിയല്ല, ബനിഹാളിലേക്ക് എത്തിച്ചേരും. അപ്പോൾ നമുക്ക് ബനിഹാളിൽ വെച്ച് അടുത്തത് കാണാം. എല്ലാവരും നോക്കണതാ എന്ത് ഈ ചങ്ങായി കാട്ടണേ. വ്ളോഗാണ് ഗൈസ്, വ്ളോഗാണ്. പുറം ലോകം കണ്ടിരിക്കുന്നു. ഓഹോ, അങ്ങനെ 1.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ബനിഹാളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി ബനിഹാളിൽ നിന്ന് നമുക്ക് പോകേണ്ടത് ജമ്മുതാവിലേക്കാണ്. ഷെയർ ടാക്സി എടുത്ത് പോകണം. ഒരു 3-3.5 മണിക്കൂറുണ്ട്. അവിടുന്ന് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ ഡൽഹിയിലേക്ക് ബസ്സുള്ളത്. അപ്പോൾ ഗൈസ് പോയി വരാം. ബാഗ് എടുക്കട്ടെ. മൈ ഗോഡ്, നമ്മളെ മൂടുള്ള ആളെ തന്നെയല്ല. ആണ് മുൻവാതിലൂടെ വരണം. ബനിഹാളിൽ നിന്നും ബസ് പിടിച്ച് ജമ്മുതാവിലേക്ക് 272 കിലോമീറ്റർ ദൂരം താണ്ടാനുണ്ട്. ബസ്സിലാണുള്ളത്. ബസ് ഫുള്ളാണ്. പാലം പണി നടക്കുന്നുണ്ടടി. ടണലിൻ്റെ കൂട്ടിയാണ് നമ്മൾ ബസ് ഇപ്പോൾ പോണത്. ഡ്രൈവറെ ഞാൻ ഉണ്ടല്ലോ.
പോലെ ടോയ്ലറ്റ് കേട്ടോ. കുഴപ്പമില്ല, യാത്രക്കിടയിൽ വളവായി പോയി. ചെറിയൊരു തരംഗാണ് കയ്യിൽ. ബനിഹാലിൽ നിന്ന് ജമ്മുതാവിലേക്കുള്ള യാത്രയിൽ പകുതി പോലും ആയിട്ടില്ല. നിരവധി തണലുകൾക്കിടയിലൂടെയും അനവധി പാലങ്ങൾക്കിടയിലൂടെയും ആണ് നമ്മൾ പോകുന്നത്. ഇനി നിങ്ങളെ ഞാനൊന്നും കാണിക്കുന്നില്ല. ഉറങ്ങട്ടെ, കുറച്ചേരം ഉറങ്ങട്ടെ. ഇനിയും പകുതി ദൂരം കൂടി താണ്ടാണ്ട് 270 കിലോമീറ്റർ ഉണ്ട്. വീട് ഗൈസ്. ജമ്മുതാവിലേക്കുള്ള യാത്രക്കിടയിൽ ഭക്ഷണം കഴിക്കാൻ വണ്ടി നിർത്തി. ഓംലേറ്റ് പറഞ്ഞു, ബ്രെഡ് ഓംലേറ്റും പറഞ്ഞു. നമ്മൾ വന്ന വഴി നേരത്തെ നിങ്ങളെ ഞാൻ കാണിച്ചു. പഹ്ലി പഹ്ലി ലലാ ഹലേ ഹേ ബാ. ജമ്മിലുള്ള ഒരു മാളിലാണ് ഞങ്ങൾ. ഞങ്ങളെ അടുത്ത ഡൽഹിയിലേക്കുള്ള ബസ് 9 മണിക്കാണ്. അപ്പോൾ ഇപ്പോൾ ടൈം 6 മണിയായിട്ടുള്ളൂ. അപ്പോൾ അതുവരെ ടൈം ഫുഡൊക്കെ കഴിച്ച് ഇന്ന് ചില്ലാകാൻ വേണ്ടി ഒന്ന് മാളിലേക്ക് വന്നാണ്. കാശ്മീരികൾക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കുന്ന ഷാവുൽ. ഷാവുലിനെല്ലാവർക്കും മതി. अभी तक केरल में ज्यादा प्रॉब्लम नहीं है. दूसरा उनको मालूम नहीं है. नहीं आएगा. क्या ना पूरा सोच अच्छा है ना, तो फिर कुछ नहीं हो सकता. अगर क्रिमिनल किस्म का सोच रहेगा ना तो वो नुकसान देता है. वो उधर गाँव में ना ज्यादा वर्कआउट नहीं है. पूरा दूसरा 10 आदमी है तो 10 नहीं है, 100 आदमी है तो एक आदमी है तो
आपको मालूम ओणम फेस्टिवल ओणम केरल का फेस्टिवल है वो केरल का फेस्टिवल है समझिए ना वो मुसलमान का फेस्टिवल है हिंदू का फेस्टिवल है क्रिश्चियन का फेस्टिवल है वैसे है കാശ്മീരിലെ 5 ദിവസത്തെ പരിപാടികൾക്ക് ശേഷം ഞങ്ങൾ നാട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായി ഡൽഹിയിലേക്ക് ബസ് പിടിച്ചിരിക്കുകയാണ്. ബസ് ഇപ്പോൾ വരും. കഞ്ച്വാര ബൈപ്പാസിലാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഇതാണ് കഞ്ച്വാര ബൈപ്പാസ്. കഞ്ച്വാര ബൈപ്പാസ് ബസ് ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു മിനിറ്റ് കൊണ്ട് ബസ് നമ്മുടെ അടുത്തേക്ക് എത്തുന്നതാണ്. ആ വളവ് കഴിഞ്ഞാൽ ബസ് ഇങ്ങോട്ട് എത്തും. പക്ഷേ കുറെ നേരമായി എത്തുന്നില്ല. ഇതൊന്നല്ല ഇതല്ല സാവല്ലേ അതല്ല ബസ് പേടിച്ചണ്ട. അവിടുന്ന് വരുന്നത് ഈ കാണുന്ന ബസ്സാണ് നമ്മൾ പോകുന്നത്. റാംദലാൽ അവിടെ D900 ഉണ്ട്. മുന്നിൽ തന്നെ ബാക്കിലല്ലേ ഈ ബസ് എത്തി. കാശ്മീരിൽ നിന്ന് നമ്മൾ ഡൽഹിയിലേക്കുള്ള ബസ്സാണിത്. ഇവിടെയാണ് ഞാൻ. ആഹാ